ഇന്നേ ഒരു ബീൻസ് തോരനാവാല്ലേ നമുക്ക്. ഒന്നുമില്ല, വെറുതെ എണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി കുത്തി ചതച്ചതിട്ട് മൂപ്പിച്ച് കറിവേപ്പിലയും കൂടി ഇടണേ. എന്നിട്ട് നമ്മുടെ ചതച്ച മുളകും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തിട്ട് തേങ്ങയും കൂടി ഇട്ട് ഇളക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് ബീൻസ് കൂടെ തട്ടിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഈ പച്ചക്കറി വേവിക്കുമ്പോഴേ വെള്ളം ചേർത്ത് വേവിക്കുന്നത് വളരെ ചുരുക്കമാണ് കേട്ടോ. ഇത് ആവിയിൽ തന്നെ ഞാൻ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ ചാറുകറിയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള പച്ചക്കറി എന്തായാലും വെള്ളം ഒഴിച്ച് തന്നെ വേവിക്കണമല്ലോ, അതങ്ങനെ തന്നെ വേവിക്കണേ. എന്നോടേ ഞാൻ ഈ റെസിപ്പീസൊക്കെ ഇടുമ്പോൾ എന്നോട് കുറച്ച് എൻ്റെ ഫ്രണ്ട്സ് മെസ്സേജ് അയക്കി ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ കുക്കിംഗ് പ്രാന്ത് കയറില്ലേ, എത്ര സമയം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണേന്ന്. നമ്മൾ ഏതൊരു കാര്യവും നമുക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ട്, നമുക്കത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഏതൊരു കാര്യത്തിനോട് അപ്രോച്ച് ചെയ്യുമ്പോഴും അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റില്ല, ഇത് എന്തൊരു മലമറച്ച സാധനം എന്നൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് വലിയ പണിയായിട്ട് തന്നെ തോന്നും. പക്ഷെ നമ്മളൊരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, ഇതെനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസിൽ അങ്ങ് തുടങ്ങിടോ, പിന്നെ എല്ലാം ഓക്കെ ആയിട്ട് വരും.